വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം അപ്പുറം ഒരു വലിയ ആശയം, മാനവികത എന്ന് പറയുന്ന വലിയൊരാശയം, ഒറ്റപ്പെട്ടു പോയ ഒരാൾക്ക്, പിന്തള്ളപ്പെട്ടു പോയ ഒരാൾക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കലഹിച്ച്, അത് എന്തിൻ്റെ പേരിൽ തന്നെയായാലും അതിനോട് കലഹിച്ച് വിട്ടുവന്ന ഒരാൾക്ക്, അയാളുടേത് വെറും ഒരു പ്രാദേശിക രാഷ്ട്രീയമായിരിക്കാം, അയാളൊരു വിശുദ്ധനല്ലായിരിക്കാം. ടി പി ചന്ദ്രശേഖരൻ ഒരു വിശുദ്ധനായ വ്യക്തിയാണെന്നോ RMP എന്ന് പറയുന്നത് ഒരു മഹത്തായ ആശയമാണോ എന്നുള്ളതല്ല കാര്യം. വിയോജിക്കാനും ആ രാഷ്ട്രീയ പ്രസ്ഥാനം വിയോഗിച്ച് പുറത്തു പോകാനും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വോട്ട് ബേസിൽ കടന്നു കയറാൻ കഴിയുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിൻ്റെ പേരിൽ ഒരു വ്യക്തി കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെട്ട വ്യക്തിയോട്, ആ മരണത്തോട് നീതി പുലർത്തേണ്ടത് ആ വ്യക്തിയുടെ ആശയം പ്രാവർത്തികമാക്കുന്നവരെ, ആ ആശയം മഹത്തരമല്ലെങ്കിൽ പോലും ആ ആശയം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടത് പുരോഗമന ജനാധിപത്യ സമൂഹങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനുഷ്യത്വമുള്ള ജീവജാലങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മലയാളി വിശ്വസിച്ചെടുത്താണ് മലയാളത്തിൻ്റെ വിജയമുണ്ടാവും. എന്താണ് ക്ഷമിക്കണം. അവിടെയാണ് നമുക്ക് ചില പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നത്, പ്രധാനപ്പെട്ട തിരിച്ചറിവുകളിലേക്ക് കടക്കുന്നത്. ആ തിരിച്ചറിവുകൾ നമ്മളിവിടെ ചർച്ച ചെയ്യും. അവിടെ നേരത്തെ പറഞ്ഞ പോലെ മുമ്പൊരു വീഡിയോ നമ്മൾ കമ്മ്യൂണിസവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെ ഇടതുപക്ഷം വിഴുങ്ങുന്നതിനെക്കുറിച്ചും അല്ല ഇടതുപക്ഷത്തെ കമ്മ്യൂണിസം വിഴുങ്ങുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. ആ ചർച്ച തന്നെയാണ് നമ്മൾ ഇവിടെയും തുടരുന്നത്. ഇടതുപക്ഷം കമ്മ്യൂണിസമാകുമ്പോൾ അത് വലതുപക്ഷമാണ്. നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സംസ്കാരം, അത് ഒരു തീവ്ര വലതുപക്ഷത്തെ പ്രതിപക്ഷത്തെത്തിക്കും. വനിതകളും കറുത്തവരും ലിംഗന്യൂനപക്ഷങ്ങളൊന്നും പൗരന്മാരല്ലാതെയാകുന്ന ഒരു വലതുപക്ഷം, ഏകാധിപതികളിൽ പൗരുഷം ദർശിക്കുന്ന ഒരു വലതുപക്ഷം. ആ വലതുപക്ഷമാണ് ഇടതുപക്ഷമെന്ന് വിശ്വസിക്കാൻ ജനങ്ങളെ തോന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കമ്മ്യൂണിസം എന്ന്. പലപ്പോഴും അവിടെയാണ് നേരത്തെ പറഞ്ഞ ലുലയുടെയും KK രമയുടെയും ഒക്കെ അല്ലെങ്കിൽ ബ്രസീലിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ താരതമ്യത്തിലേക്ക് നമ്മൾ പട്ടാള ഭരണകൂടത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ഒരു ജനത, ഫുട്ബോളും സാമ്പ നൃത്തവുമെല്ലാം ലഹരി മാഫിയകൾ കീഴടക്കുന്നത് കാണേണ്ടി വന്ന ഒരു ജനത. ആ ജനതയുടെ രക്ഷകനായി വന്ന ലുല നായകനല്ല, വില്ലനാണ് എന്ന് ഒരു സമൂഹം തിരിച്ചറിയുന്നിടത്താണ് ലുലയിൽ നിന്ന് ബോൾസാനാറോയിലേക്ക് ബ്രസീൽ എത്തുന്നത്. ലുലയിൽ നിന്ന് ബോൾസാനാറോയിലേക്ക് ബ്രസീൽ എത്തുമ്പോൾ ആ ബ്രസീൽ ലുലയിലേക്ക് തന്നെ തിരിച്ചെത്തിയതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ലുല നേരത്തെ പറഞ്ഞ ഏകാധിപതിയായിരുന്നില്ല. അവിടെയാണ് നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ലുലയിൽ നിന്ന് ബോൾസാനാറോയിലേക്ക് എത്തിയ വലതുപക്ഷം എന്ന് പറയുന്നത് വി.ആർ. കൃഷ്ണയ്യർ നിയമമന്ത്രിയായിരുന്ന, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു ഇടതുപക്ഷം A.K. നായനാരുടെയും M.V. ഗോവിന്ദിൻ്റെയുമൊക്കെ
കമ്മ്യൂണിസമായി മാറുന്നത് നമ്മൾ കാണുന്നു. അതിന് സമാനമാണ് ലുലയിൽ നിന്ന് ബോൾസാനോയിലേക്ക് എത്തിയ കമ്മ്യൂണിസം. എന്നാൽ ലുല നേരത്തെ പറഞ്ഞ കൃഷ്ണയ്യരെയോ മുണ്ടശ്ശേരിയോ പ്രതിനിധീകരിക്കുന്നില്ല എന്നിടത്താണ് നമ്മൾ ബ്രസീലിൻ്റെയും കേരളത്തിൻ്റെയും താരതമ്യത്തിലേക്ക്. അഴിമതി കേസിൽ ജയിലിൽ പോയ ലുലയ്ക്ക് സമാനമായി പിണറായിയും നായനാരും യഥാക്രമം സൃഷ്ടിച്ചതാണ് ഗൗരിയമ്മയും ടി.പി. ചന്ദ്രശേഖരൻ. ഒരു കൊലപാതകം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സൃഷ്ടിച്ച വോട്ട് ചോർച്ച. അത് നമ്മൾ അതിന് നിമിത്തമായത് RMPയോ ടി.പി. ചന്ദ്രശേഖരനോ KK രമയോ ആണ് എന്നുള്ളതിൽ നിന്നും കേരളീയ സമൂഹം ജാതി മത ചിന്തകൾക്കപ്പുറം, രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതത്വങ്ങൾക്കപ്പുറം ജനാധിപത്യത്തിന്, പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് നൽകുന്ന പിന്തുണയുടെ ശക്തിയാണ് ഒരു പതിറ്റാണ്ട് 2012 മുതൽ 2012 വരെ എടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നന്ദിഗ്രാമം മയക്കുമരുന്ന് മാഫിയകൾ നടന്നമാടുന്ന ലാറ്റിൻ അമേരിക്കൻ പോലെ പഠിക്കപ്പെടേണ്ടതാണ് ആ കേരളത്തിൻ്റെ പ്രതികരണശേഷി. ഒപ്പം റഷ്യയും ചൈനയും ക്യൂബയും വെനിസ്വേലയുമാകുന്ന ബ്രസീലിനെ, ഇത് രണ്ടും നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. അവിടെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് കേരളം വീണ്ടും പഠനവിധേയമാക്കപ്പെട്ടത്. ഓങ് സാൻ സൂക്കിയും ഷെയ്ഖ് ഹസീനയുമാവാതെ യോവാനി സാഞ്ചസും നർഗീസ് മുഹമ്മദിയുമായി KK രമ മാതൃക സൃഷ്ടിക്കേണ്ടതിൻ്റെ അനിവാര്യത. ഓങ് സാൻ സൂക്കിയും ഷെയ്ഖ് ഹസീനയും രണ്ട് രീതിയിൽ ചുമതലകളിൽ നിന്ന് ഒളിച്ചോടി പോയവരാണ്. ഓങ് സാൻ സൂക്കി ഏകാധിപത്യത്തോട് സന്ധി ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഏകാധിപത്യമായിരുന്നു. വലിയ വിമോചനത്തിൻ്റെ വലിയ ആശയങ്ങൾ യാഥാസ്ഥികതയ്ക്കും ഏകാംഗ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഉള്ളൊരു ബദലായി വലിയ രീതിയിൽ അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ രണ്ടു വനിതകൾ. അവരാകാതെ യോവാനി സാഞ്ചസും നർഗീസ് മോദിയും എല്ലാമായി മാറേണ്ട ഒരു ഉത്തരവാദിത്തം മലയാളി KK രമയ്ക്ക് നൽകി. അതുതന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കേരളം പോലെ ചെറിയൊരു പ്രദേശം എത്രമാത്രം പുരോഗമന കാഴ്ചപ്പാട് കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് RMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സംസ്ഥാന തലത്തിൽ വന്ന പ്രസക്തി. ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഏറെ പ്രാധാന്യമുള്ള കേരളം എന്ന സംസ്ഥാനത്ത് വടകര എന്ന മണ്ഡലത്തിൽ RMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം തെളിയിക്കുന്നത് ജനാധിപത്യത്തോടുള്ള മലയാളിയുടെ പ്രതിപത്തി. ആ പ്രതിപത്തി മലയാളി തന്നെ സ്വയം ചോദ്യം ചെയ്യുകയും ആ പ്രതിപത്തിയിൽ KK രമ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. അതിനാണ് ബ്രസീൽ എന്ന രൂപകം ഉപയോഗിക്കുന്നത്. അവിടെ അന്താരാഷ്ട്ര തലത്തിലെ സംഭവവികാസങ്ങൾക്ക് അതിലെ വൈവിധ്യങ്ങളും സാമ്യതയും നമ്മൾ വിശകലനം ചെയ്യുന്നു. ഇസ്ലാമിക തീവ്രവാദവും അതോട് ചേർത്ത് വായിക്കാവുന്ന ഭൂഖണ്ഡാന്തര കുടിയേറ്റവും ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ബോൾസോനാറോ ലാറ്റിൻ അമേരിക്കയിൽ പരാജയപ്പെട്ടേക്കാം. പക്ഷേ അമേരിക്കയും സ്കാൻഡിനേവിയയും ഏത് നിമിഷവും ട്രംപുമാരെ സൃഷ്ടിച്ചേക്കാം. കാസയും RSSും കേരളത്തിൽ വേരുറപ്പിച്ചു. കേരളത്തിൽ ഉള്ള പോലെയല്ല ഉത്തരേന്ത്യയിലെ സ്ഥലം.
ഉത്തരേന്ത്യയിൽ ലാറ്റിൻ അമേരിക്ക പോലെ ഇസ്ലാമിക തീവ്രവാദം അതിനിർണായകമായ ഒരു വിഷയം. അപ്രസക്തമാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിർണായകമായ ഒരു സാമൂഹിക പരിസ്ഥിതിയെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയം. ക്രിസ്തീയ പൗരോഹിത്യവും ലഹരിയും സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥ, സാമൂഹികമായ അനിശ്ചിതാവസ്ഥ, അഴിമതി എന്നറിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൽ ലുലയുടെ ഇടതുപക്ഷമടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ, അത് രണ്ടും സമാനമായ ഒരു സാഹചര്യമാണ് ബ്രാഹ്മണിസവും ജാതീയതയും തീവ്ര ദേശീയതയും വിദ്യാഭ്യാസ രാഹിത്യവും സൃഷ്ടിക്കുന്ന ഉത്തരേന്ത്യ. ഇത് രണ്ടും ഏറെക്കുറെ ബ്രസീലിൻ്റെ ഒരു സമാനമായ സാഹചര്യം. ഉയ്ഗുറുകളും ഹമാസും ശ്രീലങ്കയിലെയും പാകിസ്ഥാനിലെയും തുറമുഖം ചേർന്ന ഒരു തന്ത്രപ്രധാന സമ്പദ് വ്യവസ്ഥ ദക്ഷിണേന്ത്യ, വിശേഷിച്ച് കേരളത്തിലുണ്ട്. ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ വാണിജ്യ മേഖലയാണ് ദക്ഷിണേന്ത്യ എന്നത്. ചെന്നൈ തുറമുഖം, കൊളംബോ തുറമുഖം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരികമായ പുരോഗതി, ഇന്ത്യയുടെ ആ മേഖലയിലെ ഏഷ്യ മേഖലയിലെ ഇന്ത്യയുടെ പ്രാധാന്യം, ഇന്ത്യയുടെ അതിർത്തി ചേർന്ന് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അവിടെയുള്ള ചൈനയുടെയും റഷ്യയുടെയും താല്പര്യങ്ങൾ, ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയോട് ചേർന്ന് നമുക്ക് വായിക്കാവുന്നത് ഒരു പരിധിവരെയെങ്കിലും മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ബ്രസീലിൻ്റേതിന് സമാനമായ സാമൂഹിക അവസ്ഥ കേരളത്തിൻ്റെ ജീനുകളിലാണുള്ളത്, കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളല്ല. അത് യാഥാർത്ഥ്യങ്ങളുമായി എത്രമാത്രം കലർത്താൻ കഴിയുമെന്നിടത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസവും ഇസ്ലാമിക തീവ്രവാദവും സൃഷ്ടിക്കുന്ന അരാവസ്ഥയും അതുകൊണ്ട് തന്നെ കെ രമയുടെ നിലപാടുകൾക്ക് പ്രാധാന്യം. നേരത്തെ പറഞ്ഞത് കെ രമ എന്ന വ്യക്തിക്കോ RMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ TP ചന്ദ്രശേഖരൻ്റെ മരണം വരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രാധാന്യം കേരളം കൽപ്പിച്ച് നൽകുന്നില്ല, അല്ലെങ്കിൽ കൽപ്പിച്ച് നൽകേണ്ട രീതിയിലുള്ള വിപ്ലവ നേതാക്കളുമില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ആ വ്യക്തിയായാലും അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ മലയാളി പ്രകടിപ്പിക്കുന്ന ജനാധിപത്യമുണ്ട്. മനുഷ്യത്വത്തിലും സഹാനുഭൂതിയിലും നിഷ്പക്ഷതയിലും ഊന്നിയ പുരോഗമന കാഴ്ചപ്പാടിലും ഊന്നിയ ജനാധിപത്യം. ആ ജനാധിപത്യബോധം കെ രമ എന്ന വ്യക്തിക്ക് നൽകുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ പോകുമ്പോൾ സംഭവിക്കുന്ന കേടുപാട് ആർക്കൊക്കെ, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, അത് നമ്മൾ വളരെ ഗൗരവം ചർച്ച ചെയ്യും. പുറത്തു പറയാൻ കഴിയാത്ത വെച്ച് കെട്ടിയത് ഏച്ചു കെട്ടിയതൊക്കെ എന്ന് പറയാവുന്ന ഒരു ആരോപണങ്ങളുടെ പേര്, ആരോപണങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമാണ് ഒരു കൊലപാതക കേസ് മാറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ അത് പരസ്പരം കൈമാറുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് നേരത്തെ പറഞ്ഞ ഈ കെ രമ എന്ന് പറയുന്ന വ്യക്തിയും RMP എന്ന് പറയുന്ന പ്രസ്ഥാനം തയ്യാറാവുകയാണെങ്കിൽ അത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. എന്നാൽ അതിൽ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന വ്യക്തി ആരോപണങ്ങൾ അതിൽ സത്യമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് കാരണം ആ വ്യക്തിയുടെ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ നിസ്സാരമായി കാണുന്നത്. അതേപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് പകരമായി ഒരു വിഷയം, ഒരു കൊലപാതക വിഷയം പരസ്പരം വിട്ട് ചെയ്യാമെന്ന് ഈ രണ്ട് വിഷയങ്ങളും നേരിടുന്ന രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ആവശ്യങ്ങളുടെ ഒരു കൈമാറ്റം, അല്ലെങ്കിൽ ആവശ്യരാഹിത്യത്തിൻ്റെ കൈമാറ്റം, അതൊരു വലിയ ജീർണതയുടെ അടയാളമാണ്. ഇടതുപക്ഷം കമ്മ്യൂണിസമാകാതിരുന്ന ഒരു നെഹ്റുവിയൻ സിദ്ധാന്തം കെ രമയുടെ മലയാളി ആഗ്രഹിച്ചു. നെഹ്റു അപൂർണമായ വ്യക്തിയാണ്, ഒരുപാട് പരിമിതികളില്ല.
ഒരുപാട് പിഴവുള്ള വ്യക്തിയാണ്. ജനാധിപത്യവാദി അല്ല എന്ന് വരെ തെളിയിക്കാവുന്ന ചില തെളിവുകൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലും കേരളത്തിലെ മന്ത്രിസഭ പിരിച്ചുവിട്ടതിൻ്റെ കാര്യത്തിലും ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായ അർത്ഥത്തിൽ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ വിവാഹം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് അത്തരം നെഹ്റുവിയൻ ആശയം രമ വഴി പ്രതിനിധീകരിക്കാൻ മലയാളി ആഗ്രഹിച്ചിരുന്നു, ഒരു ബദൽ മലയാളി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായ നീക്കുപോക്കുകൾ എന്തുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മലയാളി ഓർത്തിരുന്നു നിഷ്പക്ഷരായിരുന്നു. ട്രംപിനെ തോൽപ്പിച്ച അമേരിക്കക്കാരൻ്റെ പൗരബോധം മലയാളി പ്രദർശിപ്പിച്ചപ്പോൾ വടകര നമ്പീകരനായി. ഗോർബച്ചേവിനെ ഒറ്റപ്പെടുത്തിയ, നവൽനിയെ തുടച്ചു നീക്കിയ കമ്മ്യൂണിസം എന്ന തിന്മയുടെ മരണം മലയാളി ആഗ്രഹിച്ചു, അത് മലയാളി കൊതിപ്പിച്ചു. അവിടെയാണ് വിട്ടുവീഴ്ചകൾ മരണമാകുന്നത്. ആ വിട്ടുവീഴ്ചകൾ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ബോധിപ്പിക്കാൻ RMPയും രമയും ഉത്തരവാദിത്തപ്പെട്ടവരാകുന്നത്, ആ ഉത്തരവാദിത്തം അവരിൽ വന്നു ചേരുന്നത് ആ ഒറ്റ കാരണമാണ്. മലയാളി പ്രകടിപ്പിച്ച ആ പൗരബോധത്തിലേക്ക് ഒന്നുമല്ലാതിരുന്ന ഒരു ആശയത്തിന്, ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്, ഒരു വ്യക്തിക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും യോജിക്കാനുമുള്ള അവകാശത്തിൻ്റെ പേരിൽ പിന്തുണ നൽകാൻ ശ്രമിച്ച ആളുകളെ തിരിഞ്ഞുകൊത്തുന്ന ഒരാശയം. ആ ആശയം എന്ന് പറയുന്നത് പേടിപ്പിക്കുന്നതാണ്, അസ്വസ്ഥമാണ്. അവിടെ ആ വിട്ടുവീഴ്ചകളുടെ കാരണം ബോധിപ്പിക്കാൻ KK രമയ്ക്ക് കഴിയാതെ വരുമ്പോൾ PT ഉഷയും മേരി കോം ഇരിക്കുന്നിടത്ത് KK രമയ്ക്കായി ഇരിപ്പിടമില്ല. ആ ഇടത്ത് DP സുഹറയോ ഇറോം ശർമ്മയോ ബൽക്കീസ് കോനോ വരില്ല. വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയാത്ത, തൻ്റെ ആശയങ്ങളിൽ താൻ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആ ആശയത്തിൻ്റെ പേരിൽ മാത്രം തനിക്ക് പിന്തുണ നൽകിയ നിഷ്പക്ഷമായ ആളുകൾ കൂടി വഞ്ചിക്കപ്പെടും എന്നുള്ള തിരിച്ചറിവുള്ള ഈ 3 ആളുകൾ വരാത്തയിടത്ത് PT ഉഷയും മേരി കോം ഇരിക്കുന്ന ആ ഇടത്താണ് KK രമയ്ക്ക് സ്ഥാനമില്ല. തനിക്ക് ആ കസേര വേണ്ട, തനിക്ക് ആ കസേരയ്ക്ക് യോഗ്യതയില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത KK രമയ്ക്കുണ്ട്. കാരണം ബിംബങ്ങൾ വീണ്ടുറയുന്നത് അവ നിർമ്മിത ബിംബങ്ങളാവുക, അവ സ്വയംഭൂ അല്ലെങ്കിലാണ്. നിശ്ചിത ലക്ഷ്യത്തിനായി സംഘടിതമായ ഒരു വികാരത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രമായി കെട്ടി ഒരുക്കിയ ചില ബിംബങ്ങൾ, ആ ബിംബങ്ങളാണ് തകർന്നടിക്കുക. അതിലെ ശരികളെക്കുറിച്ച് നമുക്ക് പലതും അന്വേഷിക്കാൻ കഴിയും. മാർക്ക് ആൻറ്റിയുടെ പ്രസംഗമാണ് ശരി എന്ന് നമ്മൾ വിശ്വസിക്കുക, അതല്ലാത്തൊരു സീസർ അറിയില്ല. അതേപോലെ തന്നെ ടെലിവിഷൻ എന്ന ടെലിവിഷൻ മാധ്യമങ്ങൾ വഴി പുറം ലോകത്തിന് മുന്നിലെത്തിയ തിരഞ്ഞെടുപ്പിലൂടെ, അല്ല ആദ്യത്തേതോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ടെലിവിഷനിലൂടെ ജനങ്ങൾക്ക് മുമ്പിലെത്തിയ ആദ്യത്തെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ജോൺ എഫ് കെന്നഡി, രാമായണത്തിലൂടെ മഹാഭാരതത്തിലൂടെ തിരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് തെളിയിച്ച RSSനെ പോലെ, അല്ലെങ്കിൽ മുമ്പൊരു വീഡിയോ പറഞ്ഞ പോലെ റാംബോയിലൂടെ യുദ്ധം ജയിക്കാമെന്ന് വിശ്വസിച്ച അമേരിക്കക്കാർ, അല്ലെങ്കിൽ വെള്ളി വെളിച്ചങ്ങളോട് തനിക്ക് താല്പര്യമില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി കോടികൾ ചെലവഴിച്ചു, തൻ്റെ ശരീര ചലനങ്ങൾ വഴി കോടികൾ ചെലവഴിച്ച് നിയന്ത്രിക്കുന്ന അജിത്തിൻ്റെ ശൈലി. ഒരു ക്രിക്കറ്റ് കളിക്കാരന് എന്നതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു ചാതുരി, ഇതെല്ലാം ഇത്തരം ബിംബങ്ങൾ ഏത് നിമിഷവും വീഴുന്നതാണ്. കാരണം അവർ നിർമ്മിത ബിംബം. അത്തരമൊരു ബിംബമാണോ KK രമ എന്ന് നമ്മൾ സംശയിക്കുക. അത് സംശയിക്കാനുള്ള അവകാശം മലയാളിക്കുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു, നീക്കുപോക്കൾ നടത്തുന്നില്ല, നമ്മൾ കാണുന്നതാണ്, അറിയുന്നതാണ്, നമ്മൾ അവഗണിക്കുന്നത്. അതുപോലെ അല്ല ഇത്. കാരണം ആരുമല്ലാത്ത, ഒന്നുമല്ലാത്ത ഒരാശയത്തെ അല്ല, ആ ഒരു ആശയത്തിന് വേണ്ടിയല്ല തങ്ങൾ നിലകൊണ്ടത്. വലിയ മനുഷ്യത്വം, പ്രതിഷേധം, പ്രതിപക്ഷം എന്ന വലിയ ആശയത്തിന് വേണ്ടി മലയാളി നിലകൊണ്ടതിൻ്റെ
ഒരു 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 ബാക്കിപത്രമാണ് RMP KK രമേശ്. അത് അവരാണ് ആദ്യം തിരിച്ചത്. കാരണം നിഷ്പക്ഷരായ ഒരു വലിയ കൂട്ടം ആളുകളാണ് ഏകാധിപത്യത്തിൻ്റെ ഭയം. മികവ് വിലയിരുത്തി, നിഷ്പക്ഷത വിലയിരുത്തി, ജനാധിപത്യ ബോധം വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ഒരു വലിയ കൂട്ടം. RMPക്ക് മുമ്പുള്ള TP ചന്ദ്രശേഖരൻ വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നു. അത് KK രമ തിരിച്ചറിയേണ്ടിയിരിക്കും. നേരത്തെ സഹാനുഭൂതിയും സഹിഷ്ണുതയും അഹിംസയും ചേരുന്ന ആദർശത്തിൻ്റെ രാഷ്ട്രീയ നീക്കുപോക്കൾ അത് രണ്ടിനെയും ഇത് മൂന്നിനെയും, സഹാനുഭൂതിയും അഹിംസയും നിഷ്പക്ഷതയും അഹിംസയും, ഇതിനെ നാലിനെയും പരിഗണിക്കാത്ത ഒരാശയത്തിലേക്ക് KK രമ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് നാലിനെയും രാഷ്ട്രീയത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞത് മലയാളിയുടെ മസ്തിഷ്കമാണ്. മുമ്പൊരു വീഡിയോ പറഞ്ഞു. RMPക്ക് നഷ്ടപ്പെടുന്നത് മലയാളിയാണ്. മറക്കുടയിൽ നിന്ന് സ്വയം പുറത്തു വന്ന മലയാളി. അവിടെയാണ് രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ, രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സാമ്യതയിലേക്ക് നമ്മൾ കടക്കുന്നത്. ബ്രസീലിലെ കാർവാഷിൽ നിന്ന് കർത്തയുടെ മാസപ്പടിയിലേക്കുള്ള ദൂരം, ആ ദൂരം വിട്ടുവീഴ്ചകളുടേത് പോയി. ജനങ്ങളെ പരിഹാസ്യരാക്കിയ വിട്ടുവീഴ്ച. അജിത് പവാറും മന്ത്രിസഭയെ താങ്ങി നിർത്തുന്ന ശിവകുമാറിൻ്റെ ബസ്സുകളൊന്നും കേരളത്തിലേക്ക് എത്തില്ല എന്ന് വിശ്വസിച്ച മലയാളിയോടുള്ള പരിഹാസം. രക്ഷാപ്രവർത്തകർ ആത്മവിശ്വാസം തകർത്താൻ, മുഖ്യമന്ത്രിയുടെ സ്വന്തം പ്രിയപ്പെട്ട രക്ഷാപ്രവർത്തകർ ആത്മവിശ്വാസം തകർത്താൻ പോലീസുകാർ മലയാളിയെ പരിഹസിച്ചു. ആ പോലീസുകാരെ സൃഷ്ടിച്ച പൂക്കോട്ടെ വെറ്റിനറി സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, അവിടുത്തെ അധ്യാപകരും മലയാളി നോക്കി പരിഹസിച്ചു. ആ സർവകലാശാലകളുടെ പരിസരത്തുള്ള ആശുപത്രികളിൽ പരസ്പരം അവിശ്വസിച്ച് പരസ്പരം കലഹിക്കുന്ന രോഗികളും വൈദ്യവുമുണ്ട്. ഇവ രണ്ടും ഇതെല്ലാം മലയാളം നോക്കി പരിഹസിക്കുക. ആ പരിഹാസച്ചിരി തന്നെയാണ് KK രമയുടെയും മുഖത്ത് നിന്ന് അറിയാനുള്ള ബാധ്യത മലയാളിക്കുണ്ട്, അവകാശം മലയാളിക്കുണ്ട്. ഇടതുപക്ഷം കമ്മ്യൂണിസമാണ്, അത് അരാജകത്വം സൃഷ്ടിക്കും, അസമത്വവും അസ്വസ്ഥയും ഉണ്ടാവും. അവിടെ മതം, പൗരോഹിത്യം ഇതെല്ലാം കരുത്താകും. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതേ രീതിയിലേക്ക് പോവുകയും പ്രീണനം ഒരാശയമായി മാറുകയും ചെയ്യും. ബ്രസീലിലെ മിഷണറികളും ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ആശ്രമങ്ങളെല്ലാം ഇപ്പോൾ കേരളത്തിലെത്തും. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷം പൂർണ്ണമായും കമ്മ്യൂണിസമാകുമ്പോൾ, അല്ലെങ്കിൽ കമ്മ്യൂണിസം CPM ആകുമ്പോൾ, CPM നേരിട്ട് ഇടപെടുന്ന ഇടങ്ങളാകുമ്പോൾ അവിടെ അതൊരു സാമൂഹിക ഭിന്നതയായിട്ട് മാറി. അവിടെയാണ് നേരത്തെ പറഞ്ഞ KK രമയുടെ പ്രസക്തി. അല്ലെങ്കിൽ KK രമ എന്ന വ്യക്തിക്ക്, ആരുമല്ലാതിരുന്ന വ്യക്തിക്ക് മലയാളി കൊടുത്ത പിന്തുണയുടെ പ്രസക്തി, മസ്തിഷ്കമരണം സംഭവിക്കാതിരുന്ന മലയാളികളുടെ പ്രസക്തി. KK രമ വീണ്ടും കമ്മ്യൂണിസ്റ്റായോ എന്നറിയാൻ, അല്ലെങ്കിൽ CPMകാരി ആയോ എന്നറിയാനുള്ള കൗതുകം ഓരോ മലയാളിക്കും. ആ കൗതുകത്തിൽ ആവേശമില്ല, ആകാംക്ഷയും അസ്വസ്ഥയുമാണ്. അത് RMPയെ പറ്റി. കാരണം സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, വൈവിധ്യങ്ങൾക്ക് വലിയ പങ്കാണ്.
ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ പ്രതിഫലനമാണ് ഇത്തരം പിന്തുണകൾ. രണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു പ്രദേശത്ത് നിഷ്പക്ഷരായ ഒരു കൂട്ടം ആളുകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കും. ആ രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങൾക്ക് രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് പിന്നീട് ഒരു പതിറ്റാണ് പോകുന്നത്. എന്നിട്ട് പോലും ആ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അവരുടെ ആശയത്തോട് അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധിയോട് ചേർന്ന് നിൽക്കേണ്ട തങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് ഒരു സമൂഹം കരുതുമ്പോൾ ആ സമൂഹത്തിൻ്റെ പുരോഗമന കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം നൽകാനുള്ള ഉത്തരവാദിത്തം ആ പിന്തുണ ലഭിച്ച പ്രസ്ഥാനത്തിന് ആ വ്യക്തി. പ്രാദേശികതയും ദേശീയതയും ഭക്ഷണം മുതൽ ഭാഷ വരെയുള്ളൊരു വൈവിധ്യം ആ വൈവിധ്യങ്ങളെ നേരത്തെ പറഞ്ഞ പ്രാദേശികതയും ദേശീയതയും പരിഗണിക്കേണ്ടത് അവയുടെ സാമ്പത്തികമായ അസ്തിത്വത്തെ കൂടി പരിഗണിച്ചു. സാമ്പത്തികമായ നിലനിൽപ്പുണ്ടാകുമ്പോഴാണ് അതിന് പ്രാധാന്യമുണ്ടാകും. സാമ്പത്തികമായ അസ്തിത്വം നഷ്ടപ്പെടുമ്പോൾ, അഴിമതി കടന്നു കയറുമ്പോൾ, തീവ്ര വികാരങ്ങൾക്ക് അത് മതമാവാം, പട്ടാള ഭരണകൂടമാവാം, ഭാഷാ വികാരമാവാം, എല്ലാത്തിനും കടന്നു വരാനുള്ള സാധ്യത അവിടെ ഉണ്ടാകും. അതിർത്തികളും അളവുകോലുകളും നിർമ്മിക്കപ്പെടുന്നു. വിഭവങ്ങളുടെ ഈ ക്രമീകരണവും ഈ വിതരണവും കണക്കിലെടുക്കും. കൃത്യമായി ആളുകളിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉയർന്നു വരുന്നു അവിടെയാണ്. ആ വികാരങ്ങളെ CPM ഒരിക്കലും മനസ്സിലാക്കാനും അവയുടെ പ്രതിനിധികളാവാനും കഴിയാതെ അതിന് കഴിയുന്നത് ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന് എത്രയോ അങ്ങനെയാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് KK രമയുടെ പ്രാധാന്യം KK രമ സ്വയം തിരിച്ചറിയും. മതത്തോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളേറെ തീവ്രമാകാവുന്ന പ്രാദേശിക വികാരങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ വളരെ സൂക്ഷ്മമായി വിളക്കിച്ചേർത്ത ഒരു മാനവകുലത്തിൻ്റെ ഒരുമയുണ്ട്. ഇന്ത്യ എന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മാനവകുലത്തിൻ്റെ ഒരുമയാണ് തെളിയിക്കുന്നത്. അതിലെ പ്രാദേശിക വികാരങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് സാമ്പത്തികമായ ഒരു അസ്തിത്വ പ്രശ്നം വരുന്നു. പലപ്പോഴും ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ നൽകാനുള്ള BJPയുടെ തീരുമാനത്തെ എതിർക്കാൻ തന്നെ കാരണമാണ് ഈ ഒരു പ്രാദേശിക വികാരങ്ങൾ ഇളകി വരാനുള്ള സാധ്യതകൾ. സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികമായ അസമത്വം കൂടുതൽ വെളിവാക്കപ്പെടും എന്നുള്ളതുണ്ട്. ഇത് ലോകത്തെല്ലായിടത്തും. അത് ബാഴ്സലോണയുടെ കാറ്റലോണിയാണ്, BRS ആയി മാറിയ TRS ആകും, പോർച്ചുഗീസും ഫ്രഞ്ചും സംസാരിക്കുന്ന ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ജനതയാണ്, അല്ലെങ്കിൽ സ്ത്രീ പെരുമ്പുറ്റൂർ. ഇതെല്ലാം ഓരോ ഓരോ ബിംബങ്ങളാണ്. ഇവിടെയെല്ലാം വിവിധങ്ങളായ വികാരങ്ങളുടെ പ്രതിബന്ധങ്ങൾ, കലാപം നടന്നിട്ടാണ് ഒരുമിച്ച് പോയത് അണക്കെട്ടുകളുടെ പേരിൽ സഹായിക്കുന്ന സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ. ഇതിൻ്റെ മറ്റൊരു വശത്താണ് ഒന്നിലധികം രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ലൈബ്രറികൾ യൂറോപ്പിലേക്ക്. അപ്പോൾ ഇത്തരം വൈവിധ്യങ്ങളെ കോർത്തിണക്കാൻ വിളക്കിച്ചേർക്കാൻ കഴിയുന്നൊരു സമൂഹമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നത്. അവിടെയാണ് നേരത്തെ KK രമ ഏറ്റവും ഇവിടെയെല്ലാം ഭരണകൂടങ്ങളിൽ അഴിമതി കടന്നു കയറുന്നത്. ഈ തീവ്ര വികാരങ്ങളെല്ലാം പുറത്തു വരണം. ജാതിയാവാം, മതമാവാം, അഴിമതി. ബ്രസീലിൽ പൗരോഹിത്യം ലുലയോടൊപ്പം ചേരാൻ തീരുമാനിച്ചിരുന്നു. ലുല പുറത്തായതിനു ശേഷം അല്ലെങ്കിൽ ബോൾസോനാരോയോടൊപ്പം ചേരാൻ തീരുമാനിക്കുന്നത് ആ പൗരോഹിത്യത്തെ തങ്ങളുടെ കൂടെ കൂട്ടേണ്ട ആവശ്യമാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ ലുലയുടെ ഇടതുപക്ഷം ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. ഇത്തരം ഒരു ഘട്ടത്തിലാണ് സാമൂഹ്യമായ അസ്ഥിരത, അരക്ഷിതാവസ്ഥ, ഈ പറയുന്ന തീവ്ര വികാരങ്ങൾ ഭാഷയും അണക്കെട്ടും LTTയും ഒക്കെ പുറത്തു വരുന്നതാണ്. സാമൂഹികവും സാമ്പത്തികമായി പുരോഗതി നേടിയ സമൂഹങ്ങളിൽ ഇത്തരം തീവ്ര വികാരങ്ങൾ വരാതിരിക്കുകയും അവർ ഒരു വലിയ അളവോളം സർവ്വദേശീയതയിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളത് ഒരുപാട് തെളിവുകൾ. യൂറോപ്പ് തന്നെ ഒരു വലിയൊരു ഉദാഹരണം. അവിടെയാണ് നമ്മൾ RMPയിലേക്ക് വീണ്ടും വരുന്നത്. കർഷകരും സ്ത്രീകളും രണ്ടാം കിടക്കാരാണ്. മതവും തീവ്ര വലതുപക്ഷവും അധികാരം ഉറപ്പിക്കുന്നു.
ഒരു പ്രക്രിയ നേരത്തെ പറഞ്ഞ ആരംഭിക്കുക. ബ്രസീലിലായും എല്ലായിടത്തും വിദ്യാഭ്യാസത്തിലൂടെയല്ല, അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസത്തിലൂടെയാണ് മോചനമെന്ന് ലോകം വിശ്വസിക്കുന്നത്. അത് ലോകത്തെ ആദ്യം വിശ്വസിപ്പിച്ചത് കമ്മ്യൂണിസം. ആ സത്യം പിണറായിലൂടെ നാം ഇപ്പോൾ അനുഭവിച്ചറിയുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞ വീണ്ടും ആറന്മുളയുടെ പ്രസക്തി വരുന്നത്, മലയാളിയുടെ പ്രസക്തി. ഭരണാധികാരിയെയും പുരോഹിതന്മാരെയും പേടിച്ച് ജീവിക്കേണ്ടാത്തൊരു സമൂഹം. ഫ്രാങ്കോയുടെ പോലെയുള്ള ചില അപവാദങ്ങൾ, സ്പെയിനിലെ ഫ്രാങ്കോയുടെ പോലെ ചില അപവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ യൂറോപ്പിലും കേരളത്തിലും ഏറ്റവും കുറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടായെങ്കിലും, രണ്ടാം ലോകമായതിനു ശേഷമുള്ള യൂറോപ്പിലും 50-ക്ക് ശേഷമുള്ള കേരളത്തിലും, കണ്ണൂരിലെ ചില സംഭവങ്ങളൊക്കെ കണ്ണൂരിലെ ഒരു പാർട്ടി കോടതികളൊക്കെ ഒരു അപവാദമാണെങ്കിൽ പോലും അതിന് പ്രധാനപ്പെട്ട കാരണം വിട്ടുവീഴ്ചകളോട് സന്ധി ചെയ്യാൻ കഴിയാത്ത പൗരത്വം. അവിടെയാണ് നമ്മൾ വീണ്ടും അംഗീകരിക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റുകാരുടെ പ്രതിഷേധം, സിദ്ധാർത്ഥൻ്റെ ആത്മരണം, കർഷകാത്മഹത്യ, കോപ്പറേറ്റീവ് ബാങ്കുകളിലെ കൊള്ള, ലോകത്തിൽ സംഭവിക്കുന്ന പാരിസ്ഥിതിക ശോഷണം അല്ലെങ്കിൽ പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകൾക്ക് 60% കാരണക്കാർ ലോകത്തിലെ 60-ൽ താഴെ കമ്പനികളാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. ആ സമയത്താണ് മീനുകൾ ചത്തൊടുക്കുന്നത് കേരളത്തിൽ. ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഭരണസ്തംഭനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഒരു പതിറ്റാണ്ട് മുമ്പ് ആരാണ് എന്താണെന്ന് പോലും അറിയാതെ RMPയും KK രമയും പിന്തുണച്ച മലയാളം. ചാക്ക് രാധാകൃഷ്ണൻ ഒന്ന് കെട്ടിത്തൂക്കിയ ഒരു പാവം കുടുംബത്തോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ പിന്തുണ RMPക്ക് നൽകിയൊരു മലയാളി സ്വയം ഒരു പുനർവിചിന്തനം നടത്താൻ പോകും. തനിക്ക് എന്ത് സംഭവിച്ചു, എവിടെയാണ് പിഴച്ചത് എന്ന് മലയാളി സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നത് അവിടെ. ഒരു ജനതയെ വഞ്ചിക്കില്ല എന്ന ഉറപ്പ് നൽകാനുള്ള ഒരു വലിയ ബാധ്യത RMP ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം സമരങ്ങൾ പരാജയപ്പെടുമ്പോഴല്ല, വിശ്വാസവും സഹാനുഭൂതിയും സഹിഷ്ണുതയും തിരിച്ചടിക്കുമ്പോഴാണ് ജനാധിപത്യം പരാജയപ്പെടുന്നത്. ജനാധിപത്യത്തിലും ഭരണ സംവിധാനങ്ങളിലുമുള്ള വിശ്വാസം പരാജയപ്പെടുന്നത്. അവിടെയാണ് ഒരു സമൂഹം അരക്ഷിതാവസ്ഥയിലേക്ക് കയറുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ സച്ചിൻ ദേവുമാരും തെരുവിൽ പ്രശ്നങ്ങൾ തല്ലിത്തെടുക്കുന്ന ജനതയും. കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിൽ വടകര എന്ന ഒരു ചെറിയ പ്രദേശത്തിലൊരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മലയാളിയുടെ പൗരത്വം, പ്രതിഷേധിക്കാനുള്ള മനസ്സ്. അമൃതാനന്ദമയി ആശ്രമത്തിൽ സത്നം സിംഗിൻ്റെ മരണം കണ്ടുനിന്ന് IGB സന്ധ്യയുടെ EK നായനാരെയും EMSനെയും സ്തുതിച്ച് മരണാനന്തരവും KR ഗൗരിയെ മാനഭംഗപ്പെടുത്തുന്ന മലയാളിയുടെ അടുത്ത് അവിടെയാണിപ്പോൾ നേരത്തെ പറഞ്ഞത് KK രമേശ്, PT ഉഷയും മേരി കോം ഇരിക്കുന്ന അതേ ഇടം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് KR ഗൗരിയമ്മ വലിയൊരു ബിംബമായി മാറി. ഒരു രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ പൂർണ്ണയാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത വ്യക്തി തന്നെയാണ്. എങ്കിൽ പോലും നായനാർക്കും കണ്ണൂരിലെ വലതുപക്ഷത്തും ഇല്ലാതാക്കാൻ കഴിയാത്ത സുരക്ഷിത മാളങ്ങൾ തേടിപ്പോകുന്ന അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക മാധ്യമ ലോകങ്ങൾ, വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന സാംസ്കാരിക മാധ്യമ ലോകങ്ങൾ ഉള്ളവരുടെ അടുത്ത് വില കൊടുത്തു വാങ്ങാനാവാത്ത ഒരു ബിംബമായിട്ട്, ഒരു സ്വയംഭൂ ലിംഗമായിട്ട് KR ഗൗരി നിൽക്കുന്നു.
നർഗീസ് മുഹമ്മദിയും VP സുഹറയും സൗദി അറേബ്യയിലെ ഡ്രൈവിംഗ് വിപ്ലവത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട വനിതകളും ഫിഡൽ കാസ്ട്രോയോട് ഈ നിമിഷവും പൊരുതി നിൽക്കുന്ന യോവാനി സാഞ്ചസ് എന്നാണ്, അല്ലെങ്കിൽ ഫിഡൽ കാസ്ട്രോയുടെ ആശയത്തോടെ. ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബയോട്, ഫിഡൽ കാസ്ട്രോ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്, അതേ രീതിയിൽ തന്നെ തുടരുന്ന ഫിഡൽ കാസ്ട്രോയുടെ ക്യൂബയോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്ന യോവാനി സാഞ്ചസിനെല്ലാം പ്രതിഫലങ്ങളുള്ള ഒരു സ്വയംഭൂ അല്ലെങ്കിൽ സ്വയംഭൂ ലിംഗം. അവിടെയാണ് KK രമയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നത്. പൊരുത്തക്കേടുകളോടുള്ള പൊരുത്തപ്പെടൽ, അപ്രവചനീയതയോടുള്ള അഭിനിവേശം, വെല്ലുവിളികളോടും വൈരുദ്ധ്യങ്ങളോടും വിളങ്ങിച്ചേർന്ന് നിൽക്കുന്നത്. അതിൽ നിന്നെല്ലാമാണ് ഓരോ ഘട്ടത്തിലും മനുഷ്യൻ രൂപപ്പെട്ടത്. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, ഡ്രെയിനേജുകളെക്കുറിച്ചെല്ലാം ദുബായ് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ വരണ്ട കാലാവസ്ഥയുമായി ജീവിക്കാൻ, 40 ഡിഗ്രി ചൂടിൽ ജീവിക്കാൻ മലയാളി പഠിക്കുന്നത് പോലെ അത്തരം വൈവിധ്യങ്ങൾ, ഇതുവരെ കാണാത്ത വൈവിധ്യങ്ങൾ, ഇതുവരെ അറിയാത്ത വൈവിധ്യങ്ങൾ മനുഷ്യൻ്റെ ശരീരഘടനയെ, ഭക്ഷണ രീതിയെ വരെ മാറ്റുന്നതിലൂടെയാണ് മനുഷ്യൻ രൂപപ്പെട്ടത്. ആ വൈരുദ്ധ്യങ്ങളെ, ആ വെല്ലുവിളികളെയാണ് നമ്മൾ ഒട്ടുവീഴ്ചകളെന്ന് യഥാർത്ഥത്തിൽ കാണുന്നത്. അത് ഡാർവിൻ്റെ സിദ്ധാന്തം പോലെ ഒട്ടുവീഴ്ചകളല്ല, പൊരുത്തപ്പെടുന്നത്. എന്നാൽ അതിന് ആദർശത്തിൻ്റെ മേൻപടി ചേർക്കുന്നു ചെയ്യുന്ന ഒട്ടുവീഴ്ചകളുണ്ട്. അതും നിലനിൽപ്പിന് വേണ്ടി എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. അവരെ നമ്മൾ അവഗണിക്കാറുണ്ട്, വോട്ട് ചെയ്ത് ജയിപ്പിക്കാറുണ്ട്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അവരെ അവഗണിക്കാറുള്ളത്. ഉന്നത വിദ്യാഭ്യാസം വേണ്ട, സർഗാത്മകമായ ശാസ്ത്രീയമായ ചിന്തകൾ വേണ്ടിയെടുത്ത് ഇവന്മാരെ കൊണ്ടിരുത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ നമ്മൾ ജയിപ്പിച്ചു. എന്നിട്ട് പാർട്ടി സെക്രട്ടറിയോ മന്ത്രിയോ ചാനൽ ചർച്ചകളെ ന്യായീകരണ തൊഴിലാളിയുമാക്കും. അതിനുശേഷം തകർന്ന റോഡുകൾ നോക്കി, വെള്ളം കയറിയ വീടുകളിൽ ഇരുന്നു കൊണ്ട് കലാലയങ്ങളിലെ അരക്ഷിതാവസ്ഥയെ നോക്കി മലയാളി പറയാം ജനാധിപത്യം. അങ്ങനെ പറയാതെ മലയാളി പ്രതികരിച്ച സംഭവങ്ങളാണ്. സംഭവത്തിലൊന്നാണ് RMP TP ചന്ദ്രശേഖരൻ KK രമ. അവിടെ ലുലയുടെ ഇടതുപക്ഷം നേരത്തെ പറഞ്ഞ ആമസോണിനൊപ്പം നിൽക്കും എന്ന് കരുതി ജയിപ്പിച്ച ഒരു പൗരബോധം മലയാളിക്ക് കൈമോശമുണ്ടായി. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചോ പശ്ചിമഘട്ടത്തെക്കുറിച്ചോ ചർച്ച ചെയ്തു. സച്ചിൻ ദേവ് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയ ഒരു മലയാളി. ഓരോ പതിറ്റാണ്ടിലും ഓരോ വർഷത്തിലും പൗരബോധം നഷ്ടപ്പെടുന്ന ഒരു മലയാളി. സാക്ഷരത ഡിജിറ്റൽ സാക്ഷരതയാക്കിയ, വിദ്യാഭ്യാസ മികവ് 100% വിദ്യാഭ്യാസ മികവാക്കി മാറ്റിയ ഒരു കേരളത്തിൽ പൗരബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് RMPയുടെയും KK രമയുടെയും. കാരണം ആ വ്യക്തികൾക്കല്ല, അവർക്ക് വേണ്ടി നിലകൊണ്ടതിലൂടെ ഉയർന്നു വന്നൊരു മലയാളിയുണ്ട്. ആ മലയാളിക്കാണ് മരണം സംഭവിച്ചത്. വ്യക്തി ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനത്തിലേക്ക് എത്താത്തത് പൗരബോധം, രാഷ്ട്രീയ ബോധവും അതിലേറെ മതബോധവും ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അഴിമതിയും സ്വജനപക്ഷപാതവും ഒരു തെറ്റല്ലാതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സച്ചിൻ ദേവും മുഹമ്മദ് റിയാസും പ്രതികരിക്കുന്ന പ്രതിനിധികളാവുന്ന ഒരു നാട്ടിൽ KK രമ ആ കൂട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. കാരണം ഒരു ബദലായി, ഒരു പ്രതീക്ഷയായി, ഒരു പ്രതിഷേധമായി
വ്യവസ്ഥിതികളോട് കലഹിക്കാനുള്ള ഒരവസരമായി. ജനാധിപത്യത്തോടുള്ള അടുപ്പം കാണിക്കാനുള്ള അവസരമായി നമ്മൾ പലപ്പോഴും ബദലുകളെ കാണാറുണ്ട്. ആ ബദലുകൾ വിശ്വാസവഞ്ചകരാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് ഒരു സമൂഹത്തിൻ്റെ പ്രതികരണശേഷി നഷ്ടപ്പെടുകയാണ്. അവർ നിരായുധീകരിക്കപ്പെടുകയാണ്. മലയാളി നിരായുധീകരിക്കപ്പെട്ടു എന്ന് ഇനി തീരുമാനിക്കണം. 6